വാട്സപ്പിൽ ഇതാ വീണ്ടും കിടിലൻ അപ്ഡേറ്റ്. ഒരു ഫോട്ടോ വെച്ച്, അതായത് നിങ്ങളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒരു ഫോട്ടോ വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ നിർമ്മിക്കാം. അല്ലെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിലും വീഡിയോ നിർമ്മിക്കാം. അതായത് വാട്സപ്പിലെ AI ടെക്നോളജിക്കകത്താണ് വന്നിട്ടുള്ളത്. അതായത് മെറ്റ ഐക്കകത്താണ് ഈ ഫ്യൂച്ചർ വന്നിട്ടുള്ളത്. ഇത് പുതിയ ഫ്യൂച്ചറാണ്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ആരെങ്കിലും ഒരാളെ ഫോട്ടോ വെച്ച്, നമ്മളെ ഫോട്ടോ തന്നെ ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോട്ടോ ആവാം. ഇനി ഫോട്ടോ ഇല്ലെങ്കിലും നിങ്ങൾ പറയുന്ന രീതിയിൽ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. പക്ഷെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പ്രോംപ്റ്റിന്റെ അവസാനം കൊടുക്കണം. എന്നാലേ അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു വീഡിയോ ആയിട്ട്, ഭാവനയിൽ നിങ്ങൾ ഫോട്ടോ ഇല്ലാതെ കൊടുത്താലും ഫോട്ടോ വെച്ചിട്ട് കൊടുത്താലും അത് വീഡിയോ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, എന്താണ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് വിശദമായി കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇന്ന് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യണ എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ്, ഇത് പുതിയ അപ്ഡേറ്റിലാണ്. വാട്സപ്പിൽ മെറ്റായ്ക്കകത്ത് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നിങ്ങളെ വാട്സപ്പ് അപ്ഡേറ്റ് ആണോ നോക്കുക. അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഈ അപ്ഡേറ്റ് വരില്ല. എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഏതാനും നിമിഷങ്ങൾക്കകോ ദിവസത്തിനകോ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യം തന്നെ നമുക്ക് മെറ്റായുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റായ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മെറ്റായ ചില ഫോണുകളിൽ ഇത് കാണില്ല, ഇവിടെ കാണില്ല. ഇപ്പം ഞാൻ മലയാളം ആക്കിയത് കൊണ്ടാണ്. മെറ്റായ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മെറ്റായയുടെ ഡയറക്റ്റ് ചാറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചാറ്റ് എടുക്കാം. അല്ലെങ്കിൽ ചില ഫോണുകളിൽ ഇവിടെ ലോഗോ കാണിക്കും. ലോഗോ വ്യത്യാസമുണ്ട്, വന്ന ലോഗോ ഒന്നുമല്ല. ഇപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഒരു വീഡിയോ നിർമ്മിക്കുക, നമ്മളെ ഇഷ്ടത്തിന് ഒരു വീഡിയോ നിർമ്മിക്കുക എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ക്യാമറയുടെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ക്യാമറയുടെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് ഫോട്ടോ വേണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആസ്ക് അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണോ വരേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ ഈ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന പോലെ ആക്കിത്തരാനാണ് പറയുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഏത് പ്രോംപ്റ്റ് ഏത് ഭാഷയിൽ കൊടുത്താലും ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് നിങ്ങൾ കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തത്. ഈ ഫോട്ടോയിൽ ഈ രണ്ടുപേരും കെട്ടിപ്പിടിക്കും പോലെ ആക്കി നൽകുക എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നൽകുക എന്ന് കൊടുത്താലും അത് കറക്റ്റ് വരില്ല. കാരണം വീഡിയോ ആക്കി നൽകുക എന്നും നിങ്ങൾ കൊടുക്കണം. വീഡിയോ ആക്കി തരുകയെന്നോ നൽകുകയെന്നോ, നൽകാമോ ക്വസ്റ്റ്യൻ മാർക്കുള്ള സെന്റൻസ് കൊടുക്കരുത്. നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്താണോ അത് ഏത് ഭാഷയിലാണോ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു വീഡിയോ ആക്കി നൽകുകയെന്നോ തരുകയെന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നൽകുക എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നൽകുക എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നേടേണ്ട ഭാഗം ഞാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ഏത് പ്രോംപ്റ്റ് ആണോ ഏത് ഭാഷയിലാണോ കൊടുക്കേണ്ടത് അത് പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം വീഡിയോ ആക്കി നൽകുകയെന്നോ തരുകയെന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഫോട്ടോ വെച്ച് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നമ്മളെ ഭാവനയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പ്രോംപ്റ്റ് കൊടുത്ത അത് അപ്ലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏതാനും നിമിഷങ്ങൾക്കകം അത് വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇപ്പോൾ ലോഡായി വരുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക്
ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ മാത്രമേ ഇതുപോലെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി വരും കാലങ്ങളിൽ, അതായത് വാട്സപ്പിൽ അപ്ഡേറ്റ് വരുമ്പോൾ വലിയ വലിയ വീഡിയോകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ ലോഡിങ് പ്രോസസ്സ്, അപ്ലോഡിങ് പ്രോസസ്സ് ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായി കഴിഞ്ഞാൽ അത് കറക്റ്റേ വരത്തുള്ളൂ. ഫുള്ളായി ആവുന്നത് വരെ കാത്തിരിക്കുക, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ പ്ലേ ചെയ്താൽ മതി. ഉണ്ടല്ലേ, കറക്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു വ്യത്യാസവും ഇല്ല. ഒരു 5 സെക്കൻഡുള്ള ഒരു ചെറിയ വീഡിയോ ആക്കി വാട്സപ്പ് അതിനെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഗാലറിയിലോട്ട് സേവ് ചെയ്യേണ്ട ഓപ്ഷനും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഇതിൽ സൗണ്ട് ഒന്നും വരത്തില്ല. ഇത് ഞാൻ ഫോട്ടോ വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇനി നമ്മളെ ഭാവനയിൽ ഒരു വീഡിയോ, അതായത് ഫോട്ടോ ഒന്നും വെക്കാതെ നമ്മളെ ഭാവനയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ഭാവനയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആ സബ്ജക്റ്റ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വീഡിയോ ആക്കി നൽകുകയെന്നോ വീഡിയോ ആക്കി തരികയെന്നോ ഇതുപോലെ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാം. ഒരു ബസ് ഡ്രൈവർ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് കുറേ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഞാൻ ഇപ്പം മുഴുവനായിട്ട് വായിക്കുന്നില്ല. വായിച്ച വീഡിയോ ഒരുപാട് നീണ്ടുപോകും, അതുകൊണ്ടാണ് വായിക്കാത്തത്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇത് വെച്ച് ഒരു വീഡിയോ ആക്കി നൽകുകയെന്നോ തരുകയെന്നോ, ലാസ്റ്റ് നമ്മൾ ഫോട്ടോയിൽ ടൈപ്പ് ചെയ്ത പോലെ വീഡിയോ ആക്കി നൽകുകയെന്നോ തരുകയെന്നോ നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണോ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ആക്കി നൽകുകയെന്നോ തരുകയെന്നോ ആ ഭാഷയിൽ കൊടുത്താലും മതി, അല്ലെങ്കിൽ മലയാളത്തിൽ കൊടുത്താലും മതി. ഇത് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഡായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടും ഒരു പ്രോസസ്സ് തന്നെയാണ്, പിന്നെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അതിനൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ലോഡായി വരുന്നതായിട്ട് കാണാം. വീഡിയോ ഫുള്ള് അപ്ലോഡ് ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഇപ്പോൾ ഓടിച്ചുവിടുകയാണ്. ഓക്കെ, വീഡിയോ ഫുള്ള് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ ആ വീഡിയോ വന്നിട്ടുള്ളത് എന്ന് ഞാൻ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അത് കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലൊരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിലോട്ട് ഈ ഭാവനയിൽ നിർമ്മിച്ചെടുത്ത വീഡിയോ ആണെങ്കിൽ, നിങ്ങൾക്ക് ഫോട്ടോ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സേവ് ചെയ്യേണ്ട ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് കിട്ടാത്തവർക്ക് വിഷമിക്കേണ്ട. അവർക്ക് ഒന്നല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് അകം കിട്ടും, അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഇത് കിട്ടുന്നതാണ്. അടുത്ത അപ്ഡേറ്റിലായാലും കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിൽ നിന്ന് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയുന്ന ആളുകൾ കാണും. അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ്.